എല്ലാവർക്കും നമസ്കാരം. പ്രകൃതിയെ സ്നേഹിക്കുന്നവർക്കും കാടിനെ ഇഷ്ടപ്പെടുന്നവർക്കും അഗസ്ത്യാർകൂടത്തിലേക്ക് ഒരു സ്വപ്നയാത്ര. സഞ്ചാരികൾക്കെല്ലാം ഏറെ പ്രിയപ്പെട്ട പാത വീണ്ടും തുറക്കുകയാണ്. ഈ വർഷത്തെ അഗസ്ത്യാർകൂടത്തിലേക്കുള്ള ട്രക്കിംഗ് ജനുവരി 20 മുതൽ ആരംഭിക്കുകയാണ്. ജനുവരി 8 മുതൽ ട്രക്കിങ്ങിനായിട്ടുള്ള ബുക്കിംഗ് ആരംഭിച്ചു കഴിഞ്ഞു. വനം വകുപ്പിന്റെ വെബ്സൈറ്റ് വഴിയാണ് ബുക്ക് ചെയ്യേണ്ടത്. അക്ഷയ കേന്ദ്രങ്ങൾ മുഖേനയും പൊതുജനങ്ങൾക്ക് ഓൺലൈൻ ടിക്കറ്റ് ബുക്ക് ചെയ്യാം. ട്രക്കിങ്ങിൽ പങ്കെടുക്കുവാൻ ഓരോരുത്തരുടെയും തിരിച്ചറിയൽ കാർഡിന്റെ നമ്പറുകൾ അപേക്ഷയോടൊപ്പം ഉൾപ്പെടുത്തണം. വെബ്സൈറ്റിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള മാർഗനിർദ്ദേശങ്ങൾ സന്ദർശകർ കർശനമായി പാലിക്കുകയും വേണം. മൊത്തം 2700 രൂപയാണ് ഇത്തവണ ബുക്കിംഗ് തുക. അഗസ്ത്യാർകൂടം അല്ലെങ്കിൽ അഗസ്ത്യമല പശ്ചിമഘട്ടത്തിന്റെ ഭാഗമായ ഒരു കൊടുമുടിയാണ്. 1868 മീറ്റർ ഉയരമുണ്ട്. കേരളത്തിൽ സ്ഥിതി ചെയ്യുന്ന ഈ കൊടുമുടി തമിഴ്നാടുമായും അതിർത്തി പങ്കിടുന്നു. കേരളത്തിലെ തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട എന്നീ ജില്ലകളിലും തമിഴ്നാട്ടിലെ കന്യാകുമാരി, തിരുനെൽവേലി എന്നീ ജില്ലകളിലുമായിട്ടാണ് അഗസ്ത്യമല വ്യാപിച്ചു കിടക്കുന്നത്. നിത്യഹരിത വനങ്ങളാൽ സമ്പന്നമായ പുൽമേടുകളും പാറക്കെട്ടുകളും കാട്ടരുവികളും നമ്മൾ പോകുന്ന യാത്രയിൽ കാണുന്ന മനോഹരമായ കാഴ്ചകളാണ്. തമിഴ്നാട്ടുകാരെ സംബന്ധിച്ച് അഗസ്ത്യമുനി വാണരുളുന്ന ഒരു തീർത്ഥാടന കേന്ദ്രം കൂടിയാണ് അഗസ്ത്യമല. വ്യത്യസ്തമായ ഭൂപ്രകൃതിയും വിവിധ പക്ഷി മൃഗാദികളുടെ ശബ്ദങ്ങളുമാണ് യാത്രയിൽ നമ്മെ ആകർഷിക്കുന്നത്. നിബിഡ വനപ്രദേശങ്ങളിൽ ചീവീടുകളുടെ പേടിപ്പെടുത്തുന്ന ആരവങ്ങൾ, അത്ര ദൂരെ അല്ലാതെ കേൾക്കുന്ന കാട്ടുകോഴിയുടെയും മൃഗങ്ങളുടെയും ശബ്ദങ്ങൾ, കിളികളുടെ മനോഹര സംഗീതം, സൂര്യപ്രകാശം മണ്ണിൽ പതിക്കാത്ത വിധം ഇടതൂർന്നു നിൽക്കുന്ന മരങ്ങൾ, കാട്ടുവള്ളികൾ, ഇവയൊക്കെ യാത്രാമധ്യേ നമ്മൾ കാണുന്ന കാഴ്ചകളാണ്. ചെങ്കുത്തായ പാറക്കെട്ടുകളിലൂടെ കയറിയും ഇറങ്ങിയുമാണ് യാത്ര ചെയ്യേണ്ടത്. കിലോമീറ്ററുകളോളം പച്ച പരവതാനി വിരിച്ചതുപോലെ വിശാലമായ പുൽമേടുകളും കാണാം. അതേസമയം പൂർണ്ണ ആരോഗ്യവാനായ ഒരാളെ മരണത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോകാൻ കഴിയുന്ന ശക്തമായ സൈനൈഡ് പവറുള്ള ചെടികളും ഈ വനത്തിനുള്ളിലുണ്ട്. മരുന്നുകളെ കുറിച്ച് അറിയാതെ അവിടെയുള്ള സസ്യങ്ങളെ മണത്തു നോക്കാനോ കഴിക്കാനോ പോയാൽ അപകടകരമാണ്. യാത്രയിൽ ഗാർഡുകൾ അതനുസരിച്ച് നിർദ്ദേശങ്ങൾ നൽകാറുണ്ട്. മലയുടെ ഏറ്റവും താഴെത്തട്ടിൽ ദുർലഭമായ മരുന്ന് വേരുകളും മരുന്ന് ചെടികളും വളരുന്നു. ആയുർവേദത്തിൽ മരുന്നുകൾക്കായി ഉപയോഗിക്കുന്ന 2000-ഓളം മരുന്ന് ചെടികൾ അഗസ്ത്യമലയിൽ കണ്ടെത്തിയിട്ടുണ്ട്. അഗസ്ത്യമലയുടെ മുകളിൽ അഗസ്ത്യമുനിയുടെ ഒരു പൂർണ്ണകായ പ്രതിമയുണ്ട്. ഇവിടെ വരുന്ന സഞ്ചാരികൾ പൂജകൾ നടത്താറുണ്ട്. പണ്ട് ഇവിടെ വരുന്ന സഞ്ചാരികൾ അടുപ്പുകൂട്ടി പൊങ്കാല നിവേദ്യം അർപ്പിക്കുമായിരുന്നു. അങ്ങനെയാണ് പൊങ്കാലപ്പാറ എന്ന പേര് വന്നത്. എന്നാൽ വിറകിനായി വൃക്ഷങ്ങൾ വെട്ടി കത്തിക്കാൻ തുടങ്ങിയതോടെ വനം വകുപ്പുകാർ പൊങ്കാല വിലക്കി. ഇന്ന് പൊങ്കാലയിടാനും പൂജകൾ നടത്താനുമുള്ള അവകാശം അവിടെയുള്ള ആദിവാസികൾക്കാണ്. അഗസ്ത്യമലയിലേക്കുള്ള യാത്രയിൽ ഏറ്റവും ദുർഘടം പിടിച്ചത് പൊങ്കാലപ്പാറയിൽ നിന്നും മുന്നോട്ടുള്ള യാത്രയാണ്. ഒരു ഭാഗത്ത് പടുകൂറ്റൻ മലകളും മറുഭാഗത്ത് കൊക്കയുമാണ്. നെഞ്ചെടുപ്പേറ്റുന്ന യാത്രയാണത്. മിക്കവാറും വളരെ പണിപ്പെട്ട് പതുക്കെയാണ് ഈ മല കയറുക. കയറിൽ പിടിച്ച് കയറുമ്പോഴും തളർന്നാലും പച്ചവെള്ളം കുടിക്കാതിരിക്കുന്നതാണ് ഉത്തമം. ഉയരത്തിൽ നിന്ന് വെള്ളം കുടിച്ചാൽ പേശി വലിവിന് സാധ്യതയുണ്ടെന്നാണ് ഗൈഡുമാർ പറയുന്നത്. ഉച്ചയ്ക്ക് പോലും അവിടെ തണുത്ത കാറ്റ് വീശിയടിക്കും. കോടമഞ്ഞ് വന്ന് നമ്മളെ മൂടും. അഗസ്ത്യമുനിയുടെ കല്ലിൽ കൊത്തിയ പൂർണ്ണകായ പ്രതിമയാണ് അഗസ്ത്യമലയുടെ മുകളിൽ സ്ഥാപിച്ചിട്ടുള്ളത്. സന്ദർശകർ അവിടെ പ്രവേശിക്കാതിരിക്കാനായി ഈ പ്രതിമയ്ക്ക് ചുറ്റും വേലി കെട്ടിയിട്ടുണ്ട്. വേലിക്ക് പുറത്തു നിന്ന് ചിത്രങ്ങൾ എടുക്കാം. ഇതിനടുത്തായി ചെമ്പ് തകിടുകളും കെട്ടിയിട്ടിട്ടുണ്ട്. അഗസ്ത്യമുനി കൈവിടില്ലെന്ന വിശ്വാസമാണ് ഈ തകിടുകൾക്ക് പിന്നിൽ. മലയുടെ മുകളിൽ നിന്ന് നോക്കിയാൽ പേപ്പാറ ഡാമും വിതുരയിലെ ഐസർ വരെ കാണാൻ സാധിക്കും.